ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ വളരെ സിമ്പിളായിട്ടാണ് നമ്മളിന്ന് ചോക്കോബാർ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചോക്കോബാർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് 2 കപ്പ് പാലാണ്. 2 കപ്പ് പാലെടുത്തിട്ട് നമ്മൾ തിളപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഹൈ ഫ്ലെയിമിലാണ് പാല് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പാല് തിളച്ച് തുടങ്ങുമ്പോൾ നമ്മളതൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കണം. എന്നിട്ട് നമ്മൾ അതിലോട്ട് 1/4 കപ്പ് പാൽപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒന്ന് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. 2 ടേബിൾ സ്പൂണും 1 ടീസ്പൂണും കൂടിയും കോൺഫ്ലോർ ആഡ് ചെയ്യുക. അതിലോട്ട് 1/4 കപ്പ് പാലും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിത് പാല് തിളപ്പിക്കാൻ വെക്കുന്നതായിട്ട് മുമ്പേ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് വിട്ടുപോകും പാല്. അപ്പോൾ പാലിൽ നമ്മളുടെ പാൽപ്പൊടിയും പഞ്ചസാരയും നന്നായിട്ട് പലിഞ്ഞിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഈ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കോൺഫ്ലോർ ആഡ് ചെയ്തിട്ട് പിന്നെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ നമ്മളിതാ ഈ ഒരു പരുവെത്തുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് റൂം ടെമ്പറേച്ചറിലോട്ട് വരണം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലോട്ട് വരുന്ന ആ സമയത്ത് നമ്മൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ വീണ്ടും കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പാല് തിളപ്പിക്കുന്ന സമയത്ത് തിളച്ച് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ഒക്കെ 2-3 ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇൻ കേസ് ഇനിയിപ്പോൾ നിങ്ങളുടെ ഈ ഒരു മിക്സ് കട്ടായിട്ട് പോവുകയാണെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങൾ മിക്സിയിലിട്ടൊന്ന് കറക്കിയാൽ മതി. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിൽക്ക് ചോക്ലേറ്റ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റോ അല്ലെങ്കിൽ ഡയറി മിൽക്ക് ആയാലും മതി. അത് നമ്മൾ ചെറിയ പീസസ് ആക്കി വെക്കുക. എന്നിട്ട് നമ്മളിത് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡബിൾ ബോയിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ഒരു പാത്രം വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ഈ ചോക്ലേറ്റ് ഇട്ടിട്ടുള്ള ആ ഒരു പാത്രം വെച്ചിട്ട് ചോക്ലേറ്റ് നന്നായിട്ട് ഇതുപോലെ മെൽറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അധികം കട്ടയായിട്ടുള്ള ചോക്ലേറ്റ് ആണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് അത് മെൽറ്റായി കിട്ടിക്കോളും. അപ്പോൾ ഞാനിവിടെ കോക്കനട്ട് ഓയിലൊന്നും ആഡ് ചെയ്തിട്ടില്ല, അല്ലാണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഡിസ്പോസിബിൾ ഗ്ലാസ്സിലോട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഡിസ്പോസിബിൾ ഗ്ലാസ് നല്ല നീളമുള്ളതായിരുന്നു. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് പകുതി എളുപ്പത്തിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ആ ചോക്ലേറ്റ് ഇതുപോലെ ചുറ്റിച്ചൊന്ന് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ആ ഗ്ലാസിൻ്റെ ഷേപ്പിൽ ഫുള്ളായിട്ട് നമ്മൾ ചോക്ലേറ്റ് ചുറ്റിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മോൾഡൊക്കെ ഉള്ളവരാണെങ്കിൽ മോൾഡിൽ വെച്ച് ഉണ്ടാക്കിയാൽ മതി. ഇതിപ്പോൾ മോൾഡ് എല്ലാവരിലും ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് കപ്പിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്നത്. മോൾഡിനേക്കാൾ എളുപ്പമാണ് നമ്മൾ കപ്പിൽ ചെയ്യാനായിട്ട്. അതാ കണ്ടോ, ഇങ്ങനെ സ്പൂണിൻ്റെ ബാക്ക് ഭാഗം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലായിടത്തും സ്പ്രെഡായി കിട്ടും. അപ്പോൾ ഭയങ്കര ശക്തി എടുത്തിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കരുത്. പയ്യൊന്ന് ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുക്കണം ബാക്ക് സൈഡ് വെച്ചിട്ട്. അപ്പോൾ എല്ലായിടത്തും നമുക്ക് നന്നായിട്ട് ചോക്ലേറ്റ് ഫില്ല് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മിനിറ്റ് 1-1.5 മിനിറ്റോ നമുക്ക് ഫ്രീസറിലൊന്ന് ഇത് വെക്കാം. അപ്പോൾ ആ ഒരു 1.5 മിനിറ്റ് കൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് സെറ്റായി കിട്ടും. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ താഴോട്ട് പോരുന്നൊന്നുമില്ല, ചോക്ലേറ്റൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ആ ഒരു മിക്സ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നിങ്ങളുടെ മിക്സ് കട്ടയായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ മിക്സിയിലൊന്നിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് വെക്കുക. അങ്ങനെ നമ്മൾ എല്ലാ ഗ്ലാസ്സുകളിലും ഇതുപോലെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രീസറിൽ വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഫ്രീസറിൽ വെക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഐസ്ക്രീമിൻ്റെ ആ സ്റ്റിക്കൊന്നും വെച്ച് കൊടുത്തിട്ടില്ല, കാരണം ഇതിപ്പോൾ അത്ര കട്ടയല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റിക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് കട്ടയാകുമ്പോൾ വേണം നമ്മൾ ആ സ്റ്റിക്ക് കുത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളിത് ജസ്റ്റ് എന്തെങ്കിലും വെച്ചൊന്ന് കവർ ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കാണ്. ഇനി നമ്മളിത് ഫ്രീസറിൽ വെച്ച് ജസ്റ്റ് ഒന്ന് സെറ്റായതിന് ശേഷം നമ്മൾ ഇതുപോലെ ക്ലിങ് ഫിലിമോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറോ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ഒന്ന് കവർ ചെയ്ത് അതിൻ്റെ മുകളിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിൽ കൂടെ വേണം നമ്മൾ ഈ ഒരു സ്റ്റിക്ക് താഴോട്ട് ഇറക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും ഓവർനൈറ്റ് ഫ്രീസറിൽ വെക്കാണ്. അതായത് നല്ല സെറ്റാവുന്നത് വരെ നമ്മൾ ഫ്രീസറിൽ വെക്കണം, അല്ലെങ്കിൽ നമുക്ക് ഒരു 5 മുതൽ 8 മണിക്കൂർ വരെ ഫ്രീസറിൽ വെക്കാം. അതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്ലിങ് ഫിലിമൊക്കെ മാറ്റിക്കളയാം. അങ്ങനെ മാറ്റിക്കളഞ്ഞ് നമ്മളിതാ ഈ ഒരു കപ്പിൽ നിന്ന് നല്ല സ്മൂത്തായിട്ട് തന്നെ ഈ ചോക്ലേറ്റ് വിട്ട് പോരുന്നുണ്ട്. നമ്മൾ വേറെ കപ്പ് കീറി എടുക്കേണ്ട പോലും വന്നിട്ടില്ല. ഇൻ കേസ് ഇതിപ്പോൾ ഇങ്ങനെ പോരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കപ്പ് കീറിയിട്ട് എടുക്കാവുന്നതാണ്. ഇത് പക്ഷേ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചപ്പോൾ തന്നെ ഓൾറെഡി വിട്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മളിവിടെ ഓവർനൈറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും.
അങ്ങനെ നമുക്ക് നല്ല ചോക്കോബാർ ഇവിടെ ഹോം മെയ്ഡായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്തതിന് പകരം നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് തന്നെ നല്ല ടേസ്റ്റിയാണ്. കുറച്ചും കൂടി ടേസ്റ്റും മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ പാൽപ്പൊടി നമുക്ക് ഒഴിവാക്കിയാലും ഉണ്ടാക്കാൻ പറ്റും. ജസ്റ്റ് നമ്മൾ പാലും കോൺഫ്ലോറും പഞ്ചസാരയും മാത്രം വെച്ചിട്ട് നമുക്ക് ഈ സെയിം രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ച് കട്ടയങ്ങാനായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള ചോക്കോബാർ എത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ചോക്കോബാർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മൾ ചോക്കോബാർ കടിക്കുമ്പോൾ തന്നെ അതിൻ്റെ പുറത്തുമേലത്തുള്ള ആ ഒരു ചോക്ലേറ്റ് വിട്ടുപോയിട്ട് ഉള്ളിൽ നിന്ന് ഫുൾ ഒലിച്ച് പുറത്തോട്ട് പോരണതാണ് അല്ലേ. അപ്പോൾ ഇത് അതുപോലെ തന്നെ സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞങ്ങളിടുന്ന കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ കൊടുക്കുക. എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, ബൈ.